നമസ്തേ, ഞാൻ പവിത്രൻ. ഞാനിന്നിവിടെ ഒരു പുതിയ യൂട്യൂബ് ചാനലിന് തുടക്കം കുറിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം സഹായ സഹകരണം ഉണ്ടാകുമെന്ന് ഞാൻ തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ മാത്രം ഈ ഭൂമിയിലൂടെ നമുക്ക് കടന്നു പോകാൻ ലഭിക്കുന്ന ദിവ്യ അവസരങ്ങൾ എങ്ങനെ മനോഹരമാക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം. നമുക്ക് മുമ്പേ നടന്നു മറഞ്ഞ ഒരുപാട് തിരുവവതാരങ്ങളും മഹത് വ്യക്തിത്വങ്ങളും വളരെ മഹത് വചനങ്ങൾ നമുക്കായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വല്ലപ്പോഴും അതൊക്കെ നമുക്കൊന്ന് മറിച്ചു നോക്കണ്ടേ? വിശുദ്ധ ഗ്രന്ഥങ്ങളായ ശ്രീമദ് ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളും വിശുദ്ധ ഖുറാനുമെല്ലാം നമ്മളോട് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ജാഗ്രതയോടെ പരിശോധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഈ ജീവിതത്തെ എങ്ങനെ അപരക്ഷേമാർത്ഥം ഉപയോഗപ്പെടുത്താം എന്നാണ് ഇതിലെല്ലാം പറയുന്നത്. പല മതസാരവും ഏകമെന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത്. സ്വാമി വിവേകാനന്ദനും ഗാന്ധിജിയും ഒക്കെ ഉദ്ഘോഷിച്ചതും അതുതന്നെയാണ്. നമുക്കായി നൽകിയ ഈ വരങ്ങളെ നമുക്കൊന്ന് ഉപയോഗപ്പെടുത്തിയാലോ ഇനിയുള്ള ജീവിതത്തിൽ? നമ്മളെല്ലാവരും തന്നെ മിക്കവാറും ശ്രീമദ് ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളും വിശുദ്ധ ഖുറാനുമെല്ലാം പാരായണം ചെയ്യുന്നവരായിരിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന അന്തർലീനമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിട്ടുണ്ടോ? അല്ലെങ്കിൽ ബോധവാന്മാരാകുവാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഇനി അതിന് തുടക്കം കുറിക്കാം എന്ന് ഞാൻ പറയട്ടെ. ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ നമ്മളോട് ഉപദേശിക്കുന്നു, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന. നീ കർമ്മം ചെയ്യുവിൻ, പക്ഷേ പ്രതിഫലം ഇച്ഛിക്കരുത്. അതായത് നിഷ്കാമ കർമ്മം ചെയ്യുക. വിശുദ്ധ ബൈബിളിലും ഭഗവാൻ യേശുദേവൻ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതും ഏകദേശം ഇത് തന്നെയാണ്. നീ നിന്റെ അയൽക്കാരനിൽ നിന്നെ തന്നെ ദർശിക്കുവിൻ. നീ മറ്റുള്ളവരോട് ക്ഷമിക്കുക, ദൈവം നിന്നോടും ക്ഷമിക്കും. നീ നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നബി തിരുമേനി വിശുദ്ധ ഖുറാനിൽ നമ്മളോട് ഓതുന്നതും ഇതൊക്കെ തന്നെയാണ്. നീ മറ്റുള്ളവരിൽ ദയ കാണിക്കുവിൻ, അല്ലാഹ് തീർച്ചയായും നിന്നോടും ദയ കാണിക്കും. നീ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവിൻ, അല്ലാഹ് നിനക്കും നന്മ ചെയ്യും. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നീട്ടുന്നില്ല. ഇനിയും തുടർ ദിവസങ്ങളിൽ ഇതുപോലെയുള്ള വചനങ്ങളുമായി, അമൃത വചനങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. നിങ്ങളുടെ എല്ലാം അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഞാൻ പ്രതീക്ഷിക്കട്ടെ. നന്ദി, നമസ്കാരം.